महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे. ധൃതരാഷ്ട്രർക്ക് ധർമ്മ അധർമ്മങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടെങ്കിലും പലപ്പോഴും ദുര്യോധനനോടുള്ള അമിതമായ സ്നേഹത്താൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരികയാണ് ചെയ്തത്. കാരണം പാണ്ഡവന്മാർ പോയപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖമുണ്ടായി. അപ്പോൾ അതിനൊരു പരിഹാരം തേടി വിതുരരെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഹേ വിതുര, നീ സൂക്ഷ്മമായ ധർമ്മം അറിയുന്നവനാണ്. കുരുക്കളിൽ സമനായി എല്ലാവർക്കും സമ്മതനായി നീ ജീവിക്കുന്നു. അതുകൊണ്ട് അവർക്കും എനിക്കും ഉചിതമായത് ഭവാൻ പറയുക. ഞാൻ ആകെ കഷ്ടത്തിലായി വിതുര. നാട്ടുകാർ എന്നെ അധിക്ഷേപിക്കുന്നു. ഞാനിനി എന്താണ് വേണ്ടത്? നാട്ടുകാർ പഴയതുപോലെ നമ്മെ സ്വീകരിക്കുന്നതിന് എന്താണൊരു ഉപായം? എന്ത് ചെയ്താലാണ് അവർ നമ്മെ വേരോടെ മുടിക്കാതിരിക്കുക? അങ്ങക്ക് എന്താണ് തോന്നുന്നത്? അങ്ങ് കാര്യബോധമുള്ളവനാണല്ലോ. അതുകൊണ്ട് എന്നെ ഒന്ന് വേണ്ടതുപോലെ ഉപദേശിക്കൂ. ഇത് കേട്ട് വിതുരർ പറയുകയാണ്, ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിന്ന് നിന്റെ മക്കളെയും പാണ്ഡുവിൻ്റെ മക്കളെയും നീ ശക്തിയോടെ കാത്തുരക്ഷിക്കുക. എന്നാൽ ആ ധർമ്മത്തെ സഭയിൽ വെച്ച് ശകുനി മുതലായവർ കബളിപ്പിച്ചു. സത്യത്തിൽ ഉറച്ച ചൂതരങ്ങിൽ ക്ഷണിച്ചു വരുത്തി യുധിഷ്ഠിരനെ നിന്റെ പുത്രന്മാർ ചതിയിൽ തോൽപ്പിച്ചു. ഇപ്രകാരമുള്ള ദുഷ്പ്രവൃത്തിക്ക് ശേഷവും വേണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ, അതായത് ഈ അധർമ്മ പ്രവൃത്തി ചെയ്തതിൻ്റെ കുറ്റബോധത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. അത് പറയുന്നത് അതുപോലെ ഉൾക്കൊള്ളണം. വേറൊന്നുമല്ല, ഭവാൻ അവരെ ചതിച്ച് കൈക്കൊണ്ട സകല സമ്പത്തും പാണ്ഡവർക്ക് തന്നെ മടക്കി കൊടുക്കുക. ഭവാൻ ചെയ്യേണ്ടത് അതാണ്. അങ്ങേക്ക് സ്വന്തമായ സ്വത്തുകൊണ്ട് സുഖിക്കുക. മറ്റുള്ളവരെ ചതിച്ച് നേടിയത് അതുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് സുഖമായിട്ടിരിക്കാൻ സാധിക്കുകയില്ല. ഇനി പാണ്ഡവരെ സന്തോഷിപ്പിക്കുക മാത്രമല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശകുനി ചെയ്ത പ്രവൃത്തിയെ അധിക്ഷേപിക്കണം. അതുപോലെ തന്നെ ദുര്യോധനനും ശകുനിയും കർണനും കുന്തിപുത്രനായ യുധിഷ്ഠിരനെ ശുശ്രൂഷിക്കട്ടെ. ദുശാസനൻ പരസ്യമായി സഭയിൽ വെച്ച് ഭീമനോടും ദ്രൗപദിയോടും ക്ഷമായാചനം ചെയ്യട്ടെ. ഭവാൻ യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കുക. മാത്രമല്ല സ്വന്തം രാജ്യത്ത് കൂട്ടിക്കൊണ്ടുവന്ന് സത്കരിച്ചിരുത്തുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇത് മാത്രമേ ഉള്ളൊരു പോംവഴി. ഇപ്രകാരം ചെയ്താൽ ഭവാൻ കൃതകൃത്യനാകും. ഇപ്പോഴുള്ള ഈ കുറ്റബോധമൊക്കെ മാറി അങ്ങേക്കും സന്തോഷമുണ്ടാകും. എന്നാൽ ഇത് കേട്ട് ധൃതരാഷ്ട്രക്ക് ദേഷ്യം വന്നു. വിതുര, നിന്റെ അഭിപ്രായം ഒട്ടും ശരിയല്ല. നീ എപ്പോഴും പക്ഷപാതപരമായാണ് സംസാരിക്കുന്നത്. നീ സഭയിൽ വെച്ചും നമ്മെ പറ്റിയും പാണ്ഡവന്മാരെ പറ്റിയും പറഞ്ഞു. അതെല്ലാം പാണ്ഡവന്മാർക്ക് ഹിതവും ഞങ്ങൾക്ക് അഹിതവും ആയിരുന്നു. ഇപ്പോൾ ഒരു കാര്യം തീർച്ചയായി, ഞങ്ങൾക്ക് ഗുണം വരുന്നത് നിനക്ക് സഹിക്കുന്നില്ല. പാണ്ഡവന്മാർക്ക് ഗുണമുണ്ടാകുന്നത് മാത്രമേ നീ പറയുന്നുള്ളൂ. അത് ചിന്തിക്കുമ്പോൾ നീ എനിക്ക് ഗുണം ആഗ്രഹിക്കാത്തവനാണെന്ന് കരുതാതെ നിവൃത്തിയില്ല. പാണ്ഡവന്മാർക്കു വേണ്ടി എൻ്റെ മകനെ ഉപേക്ഷിക്കണമത്രേ. അവരും എൻ്റെ മക്കളാണ്, അതിൽ തർക്കമൊന്നുമില്ല.
പക്ഷെ ദുര്യോധനൻ എൻ്റെ സ്വന്തം മകനാണ്. സ്വന്തം ദേഹത്തെ പരനു വേണ്ടി ഉപേക്ഷിക്കുവാനാണോ നീ എന്നെ ഉപദേശിക്കുന്നത്? വിതുര, നീ എന്നോട് കുടിലതയാണ് പറഞ്ഞത്. ഞാൻ നിന്നെ നല്ലപോലെ മാനിച്ചാണ് നിന്നോട് ഓരോ ഉപദേശം ചോദിക്കുന്നത്. പക്ഷേ അതിനെ നീ ചൂഷണം ചെയ്യരുത്. എന്നോട് ഇത് വേണ്ടിയിരുന്നില്ല. ഇനി എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട. നിനക്ക് യഥേഷ്ടം പോവുകയോ ഇവിടെ നിൽക്കുകയോ എന്താണെന്ന് വെച്ച് ചെയ്യാം. എന്നിട്ടൊരു ഉദാഹരണം പറയുകയാണ്. തേവിടിശികളെ ഇണക്കിയാലും അവർ നിൽക്കില്ല, ധൂർത്തകൾ പോവുക തന്നെ ചെയ്യും. ഇതും പറഞ്ഞ് ധൃതരാഷ്ട്രർ പെട്ടെന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഇത് കേട്ടപ്പോൾ വിതുരർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വംശം മുടിഞ്ഞത് തന്നെ, എല്ലാം തീർന്നു എന്ന് സ്വയം പിറുപിറുത്തുകൊണ്ട് പാണ്ഡവരുടെ അടുത്തേക്ക് കാട്ടിലേക്ക് പോവുകയാണ്. അതേസമയം പാണ്ഡവന്മാർ വനവാസത്തിനു വേണ്ടി ഗംഗാതടം വിട്ട് കൂട്ടത്തോടെ നടന്ന് കുരുക്ഷേത്രത്തിലെത്തി. പിന്നീട് സരസ്വതി, യമുന എന്നീ നദികളെ പൂജിച്ച് ഒരുപാട് കാടുകൾ പലതും കടന്ന് പശ്ചിമ ദിക്കിലേക്ക്, പടിഞ്ഞാറേ ദിക്കിലേക്ക് സഞ്ചരിച്ചു. അവിടെ സരസ്വതീ തടത്തിൽ മുനിജനങ്ങൾക്ക് പ്രിയങ്കരമായ കാമ്യക വനത്തെ ദർശിച്ചു. അങ്ങനെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും നിറഞ്ഞ വനത്തിൽ അവർ അങ്ങനെ പാർത്തു വരികയായിരുന്നു. അവിടെ അടുത്തുള്ള മുനിമാരൊക്കെ അവരെ വന്ന് കണ്ട് ആശ്വസിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം പാണ്ഡവന്മാരെ കാണുവാൻ വിതുരർ ഒറ്റത്തേരിൽ യാത്ര ചെയ്ത് ആ കാമ്യക വനത്തിൽ എത്തി. ദൂരത്തു നിന്ന് തന്നെ വിതുരർ പാണ്ഡവന്മാരെയും ദ്രൗപദിയെയും കണ്ടു. അതേസമയം തമാശ എന്താണെന്ന് വെച്ചാൽ ധർമ്മപുത്രർക്ക് വീണ്ടും പേടിയായി. ഭീമനോട് പറയുകയാണ്, ഭീമ, വിതുരൻ്റെ വരവുണ്ട്, എന്ത് പറയുവാനാണാവോ പുറപ്പാട്? ശകുനി വീണ്ടും ചൂതിന് പറഞ്ഞു വിട്ടിരിക്കുകയാണോ? ഇനിയിപ്പോൾ ആകെ നമ്മുടെ കയ്യിൽ ഈ ആയുധങ്ങളേ ഉള്ളൂ, ഇനി അതും തട്ടിയെടുക്കുമോ? പക്ഷെ അപ്പോഴും പറയുകയാണ്, ഇനിയും ചൂതിന് വിളിച്ചാലും എനിക്ക് പിന്മാറുവാൻ സാധിക്കില്ല. ഈ ഗാണ്ഡീവവും ഒക്കെ അവരുടെ അധീനതയിലായാൽ, ഓ ഭീമ, എനിക്കത് ആലോചിക്കാൻ കൂടെ വയ്യ. ഇങ്ങനെയൊക്കെ ധർമ്മപുത്രർ സംശയിച്ച് നിൽക്കുമ്പോഴാണ് വിതുരർ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വിതുരർ അടുത്തെത്തിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ എതിരേറ്റു. അങ്ങനെ വിതുരരോട് വന്ന കാര്യം ചോദിച്ചപ്പോൾ കൊട്ടാരത്തിൽ നടന്ന എല്ലാ കാര്യവും വിതുരർ വളരെ വിസ്തരിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഞാൻ ധൃതരാഷ്ട്രന് ഹിതവും പഥ്യവുമായ കാര്യങ്ങൾ പറഞ്ഞത് രാജാവിന് ലേശം പോലും രുചിച്ചില്ല. എന്നാൽ മറ്റൊരു വഴിയും ഞാൻ കണ്ടതുമില്ല. പാർത്ഥരെ, ഞാൻ ശ്രേയസ്കരമായ കാര്യമാണ് പറഞ്ഞത്, പക്ഷേ അത് ധൃതരാഷ്ട്രർ കേട്ടില്ല. ചില രോഗികൾക്ക് പഥ്യമായ മരുന്ന് പറഞ്ഞാൽ പിടിക്കില്ല. അതുപോലെ എൻ്റെ സതുപദേശങ്ങൾ ധൃതരാഷ്ട്രരെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമാവുകയില്ല. എന്തായാലും അവരുടെ നാശം തീർച്ചയായും സംഭവിക്കും. കൗരവന്മാരുടെ നന്മയ്ക്കല്ല ധൃതരാഷ്ട്രരുടെ പുറപ്പാട്. മാത്രമല്ല, ധൃതരാഷ്ട്രർ എന്നോട് ക്രോധത്തോടെ പറഞ്ഞു, എടോ, തനിക്കിഷ്ടമുള്ളിടത്ത് പോയി കൊള്ളുക, നിന്റെ ഉപദേശം എനിക്ക് വേണ്ട, ഞാൻ വല്ല വിധത്തിലും ഈ രാജ്യം ഭരിച്ചോളാം. ഇങ്ങനെ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു. ഇപ്പോൾ രാജാവേ, നിങ്ങൾക്ക് സതുപദേശം തരുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കഷ്ടകാലം വന്നാൽ ക്ഷമയോടെ കാലം പാർത്തിരിക്കുക. അങ്ങനെ ഇരിക്കുന്നവൻ തീപ്പൊരിയിൽ നിന്ന് മഹാഅഗ്നി എന്ന പോലെ തീർച്ചയായും ഒരു ദിവസം ലോകത്തെ അടക്കി ഭരിക്കും. ഒപ്പം അനുയായികൾക്ക് എപ്പോഴും സമമായി സ്വത്ത് നൽകണം, അവരെപ്പോഴും കൂടെ നിർത്തണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കഷ്ടകാലത്ത് അവരെല്ലാം കൂടെ നിൽക്കും. ഹേ പാണ്ഡവ, സത്യമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്, പാഴ്വാക്കുകൾ പറയരുത്. ഇഷ്ടജനങ്ങളോടുകൂടി ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കുക. അതുപോലെ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ കൂടുതൽ യോഗ്യനാണ് താനെന്ന് പ്രൗഢിയെ കാണിക്കരുത്. എല്ലാവരെയും സമന്മാരായി കാണണം. ഇപ്രകാരം ജീവിക്കുന്ന രാജാവ് അഭിവൃദ്ധിയെ പ്രാപിക്കും. ഇങ്ങനെ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് പറയുന്ന വിധം ഞാൻ ചെയ്യാം. ആവുന്ന വിധം കരുതലോടെ തെറ്റാതെ ഞാൻ ജീവിച്ചോളാം.
എന്നാൽ ധൃതരാഷ്ട്രർക്ക് വിതുരർ പോയതോടുകൂടെ മനസ്സിന് വല്ലാത്ത വിഷമമായി. വിഷമം എന്ന് മാത്രമല്ല, അദ്ദേഹം ബോധം കെട്ടു വീണു എന്നാണ്. ധൃതരാഷ്ട്രർ സഭാദ്വാരത്തിലെത്തി രാജാക്കന്മാർ കാണുകെ ബോധം കെട്ടു വീണു. വീണ്ടും ബോധം വന്നപ്പോൾ നിലത്ത് നിന്നെഴുന്നേറ്റ് സമീപത്ത് നിൽക്കുന്ന സഞ്ജയനോട് പറഞ്ഞു, ഹേ സഞ്ജയ, നീ പോയി എൻ്റെ അനുജനായ വിതുരനെ കാണുക. ഞാൻ കോപിച്ചവനെ ആട്ടി ഓടിച്ചു. അവനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയുക. അവൻ എനിക്ക് ലേശം പോലും അപ്രിയം ചെയ്യാത്തവനാണ്. എന്നിട്ടും ഞാൻ അവനെ വേദനിപ്പിച്ചു. എൻ്റെ സഹോദരൻ ബുദ്ധിമാനും പണ്ഡിതനുമാണ്. അവനെ എനിക്കിപ്പോൾ കാണണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ജീവൻ ഉപേക്ഷിക്കും. സഞ്ജയ, ഞാൻ ഇപ്പോൾ ചാകും. ഇത് കേട്ടപ്പോൾ സഞ്ജയൻ പറഞ്ഞു, ശരി, ഞാൻ വേണ്ടത് ചെയ്യാം. അങ്ങനെ സഞ്ജയൻ വിതുരനെ കൊണ്ടുവരാമെന്നേറ്റ് കാമ്യകവനത്തിലേക്ക് ഓടുകയാണ്. ഇങ്ങനെ കാമ്യകവനത്തിൽ യുധിഷ്ഠിരന്റെ സമീപത്ത് ചെന്ന് സഞ്ജയൻ ബഹുമാനപൂർവം കൈകൂപ്പി. അങ്ങനെ അവരെല്ലാം സഞ്ജയനെ സ്വീകരിച്ചു, ബഹുമാനിച്ചു. അങ്ങനെ സഞ്ജയൻ താൻ വന്നതിൻ്റെ കാരണം പറഞ്ഞു. ധൃതരാഷ്ട്ര രാജാവ് ഭവാനെ സ്മരിക്കുന്നുണ്ട്. ഹേ വിതുര, ഉടനെ രാജാവിനെ പോയി കണ്ട് അദ്ദേഹത്തെ ജീവിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകും. പാണ്ഡവന്മാരുടെ അനുവാദം വാങ്ങിച്ച്, ഹേ വിതുര, ഭവാൻ രാജകൽപ്പന അനുസരിച്ച് പുറപ്പെടുക. അങ്ങനെ ധൃതരാഷ്ട്രരുടെ കൽപ്പന കേട്ട് വിതുരർ വീണ്ടും ഹസ്തിനാപുരിയിലേക്ക് വന്നു. രാജധാനിയിലെത്തിയ വിതുരരോട് ധൃതരാഷ്ട്രർ പറഞ്ഞു, എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്നെയോർത്ത് നീ മടങ്ങി വന്നത്. രാവും പകലും ഞാൻ നീ കാരണമായി ഉറക്കമില്ലാതെ കിടക്കുന്നു. നീ പോയതിനു ശേഷം എൻ്റെ കണ്ണിൻ്റെ പോള കൂട്ടുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹം വിതുരനെ പിടിച്ച് മടിയിലിരുത്തി എന്നാണ്. വിതുരനെ പിടിച്ച് മടിയിൽ അടുപ്പിച്ചിരുത്തി, ശിരസിൽ മുകർന്ന്, എന്നിട്ട് പറയുകയാണ്, പകയില്ലാത്ത അനുജ, ഞാൻ പറഞ്ഞതൊക്കെ നീ ക്ഷമിക്കണം. അപ്പോൾ വിതുരർ പറഞ്ഞു, ജ്യേഷ്ഠ രാജാവേ, ഞാൻ പണ്ടേ തന്നെ അങ്ങയോട് ക്ഷമിച്ചിരിക്കുന്നു. ഭവാൻ എൻ്റെ ചേട്ടനാണല്ലോ. അങ്ങയെ കാണുന്നതിനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഉടനെ വന്നത്. രാജാവേ, പാണ്ഡുവിൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് എനിക്ക് അങ്ങയുടെ പുത്രന്മാരും. പക്ഷേ പാണ്ഡവന്മാർ ഇപ്പോൾ ദീനന്മാരായി കാട്ടിൽ ജീവിക്കുന്നു എന്നതിനാൽ അവരോട് ഒരു കനിവുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനുനയമൊക്കെ ചെയ്ത് ആ ഭ്രാതാക്കൾ പരമമായ പ്രീതിയോടെ ഇരുന്നു. അതേസമയം വിതുരർ പോയത് ആശ്വാസമായി എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഇവിടെ ദുര്യോധനാദികൾ. അങ്ങനെ തിരിച്ച് വീണ്ടും വിതുരർ വന്നു എന്ന് കേട്ടപ്പോൾ ശകുനി, കർണൻ, ദുശാസനൻ ഇവരൊക്കെ വീണ്ടും ഗൂഢാലോചന നടത്തി. നീ അറിഞ്ഞോ, ധീമാനായ ധൃതരാഷ്ട്രന്റെ നാടുവിട്ടുപോയ മന്ത്രി വീണ്ടും വന്നു. ഈ വിതുരർ പാണ്ഡവന്മാരുടെ മിത്രമാണ്. വിതുരർ രാജാവിൻ്റെ ബുദ്ധി വീണ്ടും മാറ്റിമറിച്ചേക്കാം. പാണ്ഡവന്മാരെ അവൻ കൂട്ടിക്കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്യും. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ കാര്യത്തിൽ മനസ്സു വയ്ക്കണം. ഇനി പാണ്ഡവന്മാർ ഇവിടെ വന്ന് കയറിയാൽ ഞാൻ ജലപാനം കൂടാതെ ഇവിടെ കിടക്കും. പട്ടിണി കിടന്ന് മെലിഞ്ഞ് ആശ കെട്ട് ചാകും, അല്ലെങ്കിൽ വിഷം കുടിച്ച് ചാകും, അല്ലെങ്കിൽ കത്തിയെടുത്ത് ഹൃദയം പിളർന്ന് ചാകും. ഇങ്ങനെയൊക്കെ ദുര്യോധനൻ വീണ്ടും ഭീഷണി മുഴക്കുകയാണ്. ഇത് കേട്ട് ശകുനി പറഞ്ഞു, ഹേ ദുര്യോധന, നിനക്കെന്താണ് ഈ പൊട്ടപ്പോളത്തം തോന്നുന്നത്? സത്യം ചെയ്ത് കാട്ടിലേക്ക് പോയ പാണ്ഡവന്മാർ മടങ്ങി വരികയോ? ഒരിക്കലുമില്ല. അവർ സത്യം തെറ്റി നടക്കാത്തവരാണ്. ഇനി അച്ഛൻ വിളിച്ചാൽ പോലും അവർ ഇങ്ങോട്ട് വരില്ല. ഒരു കാലത്തും അവർ സത്യം തെറ്റിക്കുന്നതല്ല. അതല്ല, വീണ്ടും അവർ ഈ ഹസ്തിനാപുരിയിലേക്ക് വരികയാണെങ്കിൽ സത്യം കൈവിട്ട് അവർ വീണ്ടും പണയപ്പെടും. അപ്പം നമ്മൾ മധ്യസ്ഥരായി വെറുതെ നിന്നാൽ മതി, ബാക്കിയെല്ലാം അതങ്ങനെ അങ്ങ് നടന്നുകൊള്ളും. മാത്രമല്ല, നിഗൂഢമായിട്ട് പാണ്ഡവന്മാർക്ക് ഛിദ്രത്തിനുള്ള വഴി അവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അതായത് കാട്ടിലിരിക്കുന്ന അവരെ എങ്ങനെ നശിപ്പിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ദുശാസനൻ പറഞ്ഞു, ശരിയാണ്, അമ്മാവൻ പറഞ്ഞത് എനിക്ക് ബോധിച്ചു. അപ്പോൾ കർണൻ പറയുകയാണ്, ദുര്യോധന, വരുന്നത് വരട്ടെ,
നിന്റെ അഭീഷ്ടം ഞങ്ങൾ കാത്തുരക്ഷിക്കും. നമ്മളൊക്കെ ഐക്യത്തോടെ നിന്നാൽ മതി. കാലം കഴിഞ്ഞല്ലാതെ അവർ മടങ്ങി വരില്ല. ഇനി അഥവാ വന്നാൽ അപ്പോൾ വീണ്ടും ചൂതുകൊണ്ട് അവരെ ജയിക്കുക. എന്നാൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ദുര്യോധനൻ ഒരു സന്തോഷവുമില്ല. അപ്പോൾ കർണൻ കണ്ണുരുട്ടി ചൊടിച്ച് ദുശാസനൻ, ശകുനി, ദുര്യോധനൻ എന്നീ 3 പേരോടുകൂടി ക്രോധത്തോടെ എഴുന്നേറ്റ് പറയുകയാണ്, ഹേ നരേന്ദ്രന്മാരെ, നിങ്ങൾ ഇനി എൻ്റെ അഭിപ്രായം കേട്ടുകൊള്ളുവിൻ. നാം എല്ലാം രാജാവിൻ്റെ ദാസന്മാരാണ്. ഇവിടെ രാജാവ് എന്നതുകൊണ്ട് ദുര്യോധനൻ. അതുകൊണ്ട് രാജാവിന് പ്രിയം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഇനി ഒന്നും നോക്കേണ്ട, ഉടനെ തേരിൽ കയറി നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്ത് ചട്ടയുമിട്ട് കാട്ടിൽ താമസിക്കുന്ന പാണ്ഡവന്മാരെ അവിടെ ചെന്ന് കൊല്ലുവാൻ ഒന്നിച്ചിറങ്ങണം. അവരെയൊക്കെ കീഴടക്കി അറിയാത്ത നിലയിലായാൽ പിന്നെ ശല്യം തീർന്നു. ഈ സമയത്ത് അവരെ കൊല്ലണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് കർണൻ പറഞ്ഞത്. കർണന്റെ അഭിപ്രായം കേട്ട് എല്ലാവരും ആഹാ, നല്ല അഭിപ്രായം എന്ന് മറുപടി പറഞ്ഞു. ഇങ്ങനെ ക്രുദ്ധരായിട്ട് അപ്പോൾ തന്നെ ഒന്നും ആലോചിച്ചില്ല, വെവ്വേറെ തേരിൽ കയറി ഒന്നിച്ച് പാണ്ഡവന്മാരെ കൊല്ലുവാനായിട്ടിറങ്ങി. അതേസമയം വ്യാസഭഗവാൻ ഇവരുടെ ഈ മനോഗതം തൻ്റെ ദിവ്യചക്ഷുസ്സുകൊണ്ടറിഞ്ഞ് ആ നിമിഷം അവിടെ എത്തി. എന്നിട്ട് അവരെ തടഞ്ഞു നിർത്തി. എന്നിട്ട് അവരെയും കൂട്ടി ധൃതരാഷ്ട്രരുടെ അടുത്ത് ചെന്നിട്ട് ധൃതരാഷ്ട്രരോട് പറയുകയാണ്, ഹേ ധൃതരാഷ്ട്ര, നീ എൻ്റെ വാക്ക് കേൾക്കുക. കൗരവന്മാർക്കൊക്കെ ഹിതമായ നല്ല കാര്യം ഞാൻ നിന്നോട് പറയാം. പാണ്ഡവന്മാരെ ചതിച്ച് കാട്ടിലേക്ക് അയച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ദുര്യോധനാദികൾ ചതിച്ച് ചൂതിൽ തോൽപ്പിച്ച് ഇപ്രകാരം അവരെ ക്ലേശിപ്പിച്ചു. അവർ ഈ ചതി തന്നെ ഓർത്ത് 13 വർഷം കഴിച്ചുകൂട്ടും. 13ാമത്തെ ആണ്ട് തികയുമ്പോൾ കഴിഞ്ഞ ദുഃഖങ്ങളെല്ലാം ഓർമ്മിച്ച് ഉഗ്രവിഷം പോലെ മാരകമായ ആയുധങ്ങൾ അവർ കുരുക്കളിൽ പ്രയോഗിക്കും. എന്നാൽ പാപിയായ നിന്റെ പുത്രൻ മഹാവിഡ്ഢി എന്താണ് രാജ്യത്തിനു വേണ്ടി പാണ്ഡവരെ വീണ്ടും കൊല്ലുവാൻ ശ്രമിക്കുന്നത്? അവനെ നല്ലതുപോലെ തടുക്കുക. അവൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കാട്ടിൽ പോയ അവരെ കൊല്ലാൻ കാട്ടിൽ ചെന്നാൽ ആ വിഡ്ഢി പിന്നെ മടങ്ങി വരികയില്ല. വെറുതെ ചാകാനുള്ള പോക്കാണിത്. ഇവന് പാണ്ഡവന്മാരിലുള്ള അസൂയ ഭവാൻ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ ആപത്തിലെത്തിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. വ്യാസഭഗവാൻ പറയുകയാണ്, മന്ദബുദ്ധിയായ നിന്റെ പുത്രൻ പാണ്ഡവന്മാരോടുകൂടി ഒറ്റയ്ക്ക് പോയി കാട്ടിൽ ജീവിക്കട്ടെ. അങ്ങനെ ആയാൽ ചിലപ്പോൾ പാണ്ഡവന്മാർക്ക് ഇവനോട് ഒരു സ്നേഹം തോന്നിയേക്കാം. അങ്ങനെയെങ്കിൽ ഇവൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. അവനുണ്ടോ നന്നാവുന്നു. അങ്ങേക്കും കാലം പോവുകയാണ് എന്നോർക്കണം. വേണ്ട കാര്യം വൈകാതെ നടത്തുക. അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, മഹർഷേ, എൻ്റെ താല്പര്യം കൊണ്ടല്ല ചൂതുണ്ടായത്. വിധി എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാണ്. ഗാന്ധാരിക്കും ദ്രോണരും വിതുരനും ഒന്നും ഇത് രസിച്ചിട്ടില്ല. പിന്നെ ചൂതുമോഹം കൊണ്ട് വിവരക്കേട് കൊണ്ട് നടന്നതാണ്. ബുദ്ധികെട്ട ദുര്യോധനനെ വിടുവാൻ എനിക്ക് കഴിയുകയില്ല. പുത്രസ്നേഹത്താൽ ഞാൻ അന്ധനാണ്. അപ്പോൾ വ്യാസൻ പറഞ്ഞു, അതിന് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയില്ല. കാരണം ഈ ലോകത്തിൽ എല്ലാവർക്കും മക്കളോടുള്ള സ്നേഹം അത് സഹജമാണ്. എന്ന് വെച്ച് അവരെ തിരുത്താതിരിക്കരുത്. രാജാവേ, എനിക്ക് നീ പുത്രനാണ്, പാണ്ഡുവിനെ പോലെ തന്നെ. വിദ്വാനായ വിതുരനും അപ്രകാരം തന്നെയാണ്. സ്നേഹം കൊണ്ട് ഞാൻ ഇത് നിന്നോട് പറഞ്ഞു. നിനക്ക് 100 മക്കളുണ്ട്, എന്നാൽ 5 മക്കളെ പാണ്ഡുവിനുള്ളൂ. അവർ സാധുക്കളും ദുഃഖിതരുമാണ്. അവരെങ്ങനെ ജീവിക്കുന്നു? അവർ ഈ നിലയിൽ വർദ്ധിക്കുന്നത് എങ്ങനെ? ഇങ്ങനെ ദുഃഖിതരായ പാണ്ഡവരെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. കൗരവന്മാർ ജീവനോടെ വാഴുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മകനായ ദുര്യോധനൻ പാണ്ഡവന്മാരുമായി ക്രോധം വെടിഞ്ഞ് ശമം ഏൽക്കട്ടെ. തമ്മിൽ സ്നേഹത്തോടും വിട്ടുവീഴ്ചയോടും കൂടി ശാന്തിയെ പ്രാപിക്കുവാൻ ആശിക്കട്ടെ. അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. കുരുക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഭവാൻ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളൊക്കെ അറിയുന്നുണ്ട്.
ഞാൻ അനുഗ്രാഹ്യനാണെങ്കിൽ അങ്ങ് കൗരവന്മാരിൽ കൃപ കാണിക്കുക. എൻ്റെ കുരുത്തം കെട്ട പുത്രനായ ദുര്യോധനനെ ഭവാൻ ശാസിക്കുക. അപ്പോൾ ഇത് വ്യാസഭഗവാനോട് പറയുകയാണ്. അത്ര പോലും തനിക്കത് സാധിക്കുന്നില്ല എന്ന് ധൃതരാഷ്ട്രർ തുറന്ന് സമ്മതിക്കുകയാണ്. മഹാഭാരതം